വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഗോതമ്പ് ദോശൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഇതാ ഒരു കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിന് ഉപ്പാണ് ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ തന്നെയാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു നുള്ള് എന്ന് പറയുന്ന പോലെ തന്നെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ, എല്ലാതും കൂടെ കൂട്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ ഏത് കപ്പിലാണോ ആട്ടപ്പൊടി അളന്നെടുത്തത് ആ കപ്പിൽ തന്നെയാണ് വെള്ളം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് വെള്ളം നമ്മൾ ആദ്യം എടുത്തിട്ട് ഇതുപോലെ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാണ്. ഒരു കപ്പ് ആട്ടപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ദോശമാവിൻ്റെ പരുവത്തിലാണിത് വേണ്ടത്. അപ്പോൾ ഇതുപോലെ കട്ട പിടിക്കാതെ മിക്സ് ചെയ്തിട്ട് നമ്മളിതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ തന്നെ ചുട്ടെടുക്കുക. അതിനായിട്ട് ഇതൊരു ഇരുമ്പച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അതിൽക്കൊരു തുണിയിൽ നല്ലെണ്ണ പുരട്ടിയതിന് ശേഷം ഇതുപോലെ തടവിയിട്ട് ഒരു തവി മാവ് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ദോശമാവിൻ്റെ പോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒരു മൺചട്ടി കൊണ്ട് അടച്ച് വെക്കുകയാണ്. ഒരു 3 മിനിറ്റോളം നമുക്കിത് വേവാനായിട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ അടപ്പ് മാറ്റി നോക്കുമ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഒന്ന് മറിച്ചിട്ടിട്ട് 2 സൈഡും കൂടെ നമ്മൾ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിനു മുമ്പ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ദോശ, അതുപോലെ തന്നെ കലക്കിയപ്പം, നീർദോശ, ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ചാനൽ കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമതായിട്ട് ഇതുപോലെ തന്നെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ 1 മിനിറ്റോളം കഴിഞ്ഞിട്ട് 1 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് വേവിക്കുകയാണ്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മറിച്ചിട്ട് വേവിച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ദോശ നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും ഈ ദോശ മാത്രം ഇതുപോലെ കഴിക്കാൻ പറ്റും. ഇതുണ്ടോ, എണ്ണ ഒഴിച്ചു കൊടുക്കാത്തത് നല്ല സോഫ്റ്റ് ആയിരിക്കും, അല്ലാതെ എണ്ണ ഒഴിച്ചു കൊടുത്തത് നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കറിയുള്ള സമയത്ത് ഇതുപോലെ സോഫ്റ്റായിട്ടും കറി ഉണ്ടാക്കാത്ത ടൈമിൽ ഇതുപോലെ ക്രിസ്പി ആയിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.